ഹായ്. അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെയൊക്കെ ലീവൊക്കെ കഴിയാറായില്ലല്ലോ, പിന്നെ സ്കൂളൊക്കെ തുറക്കാനൊക്കെ ആയി. അപ്പോൾ ഇതൊന്ന് രണ്ടാം പെരുന്നാളായിട്ട് ഞാൻ ഞങ്ങളെ വീട്ടിൽ കണ്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അമ്മായിയുടെ മക്കളും എല്ലാവരും വന്നിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ ഇതാ ഫുഡ് ബിരിയാണിയും ബീഫ് വരട്ടിയത്, പിന്നെ പായസം, അങ്ങനെയൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞിട്ട് ചോറൊക്കെ തിന്നാനും ചിലവർ ചോറ് തിന്നാൻ ടൈമിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർ ചോറ് തിന്നൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം വരാമെന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏതായാലും ഞങ്ങൾ വന്നവരെല്ലാവരും കൂടി ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി അമ്മായി മക്കളെല്ലാവരും കൂടി അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ എല്ലാവരും കൂടെ ഒരു ദിവസം നിൽക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങളിപ്പോൾ ചോറൊക്കെ തിന്നായിരിക്കണം. ഇപ്പോൾ അതാ ജനമോള് ഒറ്റയ്ക്ക് വാരി തിന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം. അവൾക്ക് പിന്നെ എൻ്റെ കൂടെ വന്നാൽ പിന്നെ അവളെ സീറ്റ് അവിടെ ഉണ്ടാ, ആ കോണിൻ്റെ സ്റ്റെപ്പുമ്മലാണ് അവിടെ ഇരുന്നിട്ടേന് ചായ അടിക്കാനും ചോറുന്നാനൊക്കെ ഇരിക്കൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചോറുന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഇതാണ്ട് എൻ്റെ ഉപ്പ ഇമ്മത, പിന്നെ താത്താൻ്റെ മോനും, പിന്നെ താത്താൻ്റെ ഹസ്ബൻഡ്, എല്ലാവരും ഉണ്ട്. പിന്നെ അമ്മായികളും മക്കളൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വന്നവരെല്ലാവരും കൂടി ചോറുന്ന് പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറുന്നലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണ്ട. അത് പിന്നെ നമുക്ക് നിർബന്ധമാണല്ലോ, എല്ലാവരും കൂടെ കൂടിയാലൊരു ഫോട്ടോ എടുക്കല്. അപ്പോൾ അമ്മായിൻ്റെ മോളെ അവർ വന്നപ്പോൾ ഞങ്ങളെന്തോ പറഞ്ഞ് കളിയാക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കൂടിയാൽ അമ്മായികളും മക്കളും എല്ലാവരും കൂടെ കൂടിയാൽ പിന്നെ നമ്മളവിടെ ചെറിയൊരു കല്യാണത്തിനുള്ള ആളൊക്കെ ഉണ്ടാവും കേട്ടോ. അത്രയും മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആളൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ് സംഭവം. നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ മക്കളും ഒക്കെ എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ ഒരു കൂടൽ അപൂർവമാണ് ഇക്കാരല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു പരിപാടിയോ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തു കാണും. അങ്ങനെ എന്നല്ലാതെ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടണമെങ്കിൽ പിന്നെ ഇങ്ങനെ പെരുന്നാളോ എന്തെങ്കിലും പരിപാടി അങ്ങനെയൊക്കെ വരണം. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ രസമാണ്. പിന്നെ ഇപ്പോൾ വേറെ ഒരു അമ്മായിയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർ വന്ന പൊലിവിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചോറുന്നല കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ പിന്നെ നേരെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയി. അമ്മായിൻ്റെ വീട്ടിൽ രാത്രി ഫുഡ് അവിടെ ഇരുന്നിട്ടാ. അപ്പം നല്ല അടിപൊളി മന്തിയൊക്കെ അമ്മായിൻ്റെ മോള് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ആണുങ്ങളെല്ലാവരും ചോറുന്നാനൊക്കെ ഇരുന്ന്, പിന്നെ കുട്ടികളും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ ഇരുന്ന് മക്കൾക്കൊക്കെ താഴത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് നല്ല രസമാണല്ലോ. അപ്പോൾ നല്ല കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ നമുക്കൊരു സന്തോഷം അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 3-4 ഐറ്റം ഗെയിമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ജയിച്ചവർക്കുള്ള സമ്മാനങ്ങളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. ലേസ്, ബിസ്ക്കറ്റ്, പിന്നെ അതേപോലെ പല മിഠായികൾ, 7up അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാം. അതൊക്കെ ആയതുകൊണ്ട് നല്ലതാണ് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു ചെറിയൊരു നമ്മളാ പ്രായത്തിലേക്ക് പോയൊരു ഫീലൊക്കെ വന്നിട്ടാണ് ഈ ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ. ഏതായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നിട്ടാണ്. കുറേ നേരം ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് നല്ല രസമായിരുന്നു സംഭവം. അങ്ങനെ പിന്നെ ഇതൊക്കെ ഗെയിം കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി 12 മണിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിടന്ന് എല്ലാവരും ഒന്നിച്ചിട്ട് അവിടെ തന്നെ നിന്നത് കേട്ടോ. പിന്നെ നമ്മളിതാ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ പോണത് നമ്മൾ അമ്മായിൻ്റെ മോളെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈ വെക്കേഷനിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറന്ന് ഇനിയിപ്പോൾ ആരും അങ്ങനെ കൂടലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിക്കണം കേട്ടോ. എന്താണ് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അമ്മായിൻ്റെ മോനെ അങ്ങോട്ട് അമ്മായിൻ്റെ മോളെ വീട്ടിലേക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ ഇത് അമ്മായിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ്. അവിടെ നിന്ന് കുറച്ച് പോകാനുള്ളൂ അമ്മായിൻ്റെ മോളെ വീട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇത് അമ്മായിൻ്റെ മോളെ വീടെത്തിയിരുന്നതാണ്. അപ്പം മിച്ചുമോളൊക്കെ ആദ്യം തന്നെ അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. മിച്ചുമോളും അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനിരിക്കണം, അതിലൊക്കെ ഇരുന്നിരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോസ് എടുക്കാൻ പറ്റിയെങ്കിൽ കേട്ടോ. അപ്പോൾ
ഇതാണ് കേട്ടോ അമ്മേൻ്റെ മോളെ വീട്. അപ്പോൾ അമ്മേൻ്റെ മോളെ അടുക്കളയിൽ നല്ല തകൃതിയായ പണിയിലാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവിടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത്രേ ഉള്ളൂ. ബായ്.